ഞാൻ ഏറ്റവും എനിക്ക് ആവേശം തോന്നിയ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ആദ്യം, വിദേശത്ത് പോയി സ്വരൂപിച്ച സമ്പാദ്യം കൊണ്ട് വാങ്ങിയ 5 സെന്റ് ഭൂമി വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുകയാണ് കോഴിക്കോട്ടെ യൂസഫ്. 13 വർഷം സൗദി അറേബ്യയിൽ കഠിനാധ്വാനം ചെയ്താണ് കാപ്പാട് സ്വദേശി KP യൂസഫ് ഉള്ളിയേരിയിൽ വീട് നിർമ്മിക്കാനായി ഈ 5 സെന്റ് ഭൂമി വാങ്ങിയത്. അദ്ദേഹം ഈ ഭൂമി വയനാട്ടിലെ ആർക്കെങ്കിലും ഭൂമിയില്ലാത്ത വീട് വയ്ക്കാൻ ആഗ്രഹമുള്ള ആളിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇമെയിലിലൂടെ അറിയിക്കുകയും ചെയ്തു. മലയാളികൾക്ക് സഹജീവികളോടുള്ള അനുകമ്പയും സ്നേഹവും വിലമതിക്കാനാകാത്തതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാപ്പാട് സ്വദേശി KP യൂസഫിൻ്റേത്. വാർത്തയൊക്കെ കാണുന്ന സമയത്ത് വളരെ പ്രയാസം തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച്, മൂത്തവും അവിടെ ആയിരുന്നു. നമ്മൾ 3 ആൾ ഇരുന്ന്, ബാക്കിയുള്ള എൻ്റെ ചെറിയ മോനും 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പിന്നെ വൈഫും കൂടി ഇരുന്ന് ആലോചിച്ച്. സൗദിയിൽ 13 വർഷമാണ് യൂസഫ് എല്ലുമുറയെ പണിയെടുത്തത്. സമ്പാദ്യവുമായി നാട്ടിൽ വന്ന് വീട് വയ്ക്കാനായിരുന്നു തീരുമാനം. ഇതിനായി ഉള്ളേരി പൊയിലുങ്കൽ താഴെയിൽ വഴിയരികിൽ 5 സെന്റ് സ്ഥലവും വാങ്ങി. പക്ഷേ വയനാട്ടിലെ ദുരിതബാധിതരുടെ നെഞ്ചുപിടയ്ക്കുന്ന കാഴ്ചകൾ യൂസഫിൻ്റെയും കരളലിയിച്ചു. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ്, അവൻ സ്കൂൾ വെക്കേഷന് എൻ്റെ സ്നേഹിതൻ്റെ ഒരു റെഡിമെയ്ഡ് കടയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 4500 രൂപ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ആ പൈസ ബാങ്കിലുണ്ടല്ലോ, അതാണ് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് പോരാന്ന് പറഞ്ഞു, അത് ഇവിടെ എത്തൂല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം നമുക്കൊരു സ്ഥലം ഉണ്ടല്ലോ 5 സെൻറ്റ്, അതാണ് കൊടുത്താലോ. അപ്പോൾ അത് നല്ല തീരുമാനമാണ് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ ഇമെയിലിലൂടെ അറിയിച്ചു. പിന്നാലെ യൂസഫിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയും എത്തി. മഹാമനസ്കതയ്ക്ക് നന്ദിയെന്നും ഭൂമി കൈമാറുന്ന നടപടികൾക്കായി കോഴിക്കോട് വയനാട് കളക്ടർമാരെ ബന്ധപ്പെടണമെന്നും മറുപടി. യൂസഫിന്റെ മൂത്ത മകൻ അഖിൽ അൻവറും ആംബുലൻസ് ഡ്രൈവറായി വയനാടിന്റെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. അവിടെ 400 വീടുകൾ നഷ്ടപ്പെട്ട ആൾ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഒരാൾക്ക് നമ്മളെ ഈ സ്ഥലം ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതെന്നുള്ള നിലക്ക് ഞാൻ ഉപ്പാനെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും നമുക്ക് കൊടുക്കാമെന്നുള്ള രീതിക്ക് തന്നെ ഞാൻ സംസാരിച്ചു. ആ 5 ദിവസത്തെ ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷിച്ച് അവിടെ നിന്നത്. ഇല്ലായ്മകൾക്ക് നടുവിലും യൂസഫിനെ പോലെയുള്ളവരുടെ ഉദാത്ത മാതൃകകളാണ് കേരളം ഓരോ ദിവസവും കാണുന്നത്. ദുരന്തത്തെ അതിജീവിക്കാൻ, വയനാടിനെ നെഞ്ചോട് ചേർക്കാൻ യൂസഫിനൊപ്പം നമുക്കും കൈകോർക്കാം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു, 24 ആപ്പ് വയനാടിന് മാത്രമായിട്ടാണോ അതോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? നമുക്ക് ഇപ്പോൾ തൽക്കാലത്ത് വയനാടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. എന്നാൽ 24 കണക്റ്റിൻ്റെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ ആപ്പ് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. തോമസ് മാത്യു പറയുന്നു, ഇന്ന് വന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു SKN. ഇത് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു ആവേശമായിരിക്കും. നമുക്ക് ഇപ്പോൾ ഇനി സമയമുണ്ടല്ലോ ഇന്നത്തെ ഡേ കഴിയാൻ. നമുക്ക് ഓരോ ദിവസം വരുന്നത് വേണമെങ്കിൽ പിറ്റേന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ നമുക്ക് പ്രസിദ്ധപ്പെടുത്താവുന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം. താങ്കൾ കാത്തിരുന്നുള്ളൂ.